100% സ്ത്രീകൾ 20% സ്ത്രീകൾ ഇതിനു വേണ്ടി തന്നെ നടക്കുക എന്ന് വെച്ചാൽ എല്ലാവരും അതുപോലെ ആവണമെന്നില്ല. നമുക്കിപ്പോൾ സത്യസന്ധമായ കാര്യം പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ബസ്സിലൊക്കെ. ഞാൻ ബസ്സിലെ കാര്യം വീണ്ടും പറയുന്നു. ഒരു ബസ്സാകുമ്പോൾ ഓടുന്നത് കേരളത്തിലെ റോഡിലൂടെയാണ്, അമേരിക്കയിലെ റോഡിലൂടെയല്ല. നമ്മുടെ കേരളത്തിലെ റോഡിൽ ചിലപ്പോൾ കുണ്ട് കാണും, കുഴി കാണും, ബ്രേക്ക് ചവിട്ടിയാൽ ചിലപ്പോൾ വന്ന് ഫ്രണ്ടിൽ വന്ന് ഇടിച്ചു വരും. ഇതൊക്കെ സാധാരണക്കാർ പോകുന്ന ബസ്സാണ്. അങ്ങനെ കയറാൻ പറ്റാത്ത സ്ത്രീകൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബസ് ഉണ്ടാക്കാൻ വേണ്ടി സമരം ചെയ്യാതെ, ഇല്ലെങ്കിൽ സ്വന്തം കാറിൽ യാത്ര ചെയ്യാതെ, ഇല്ലെങ്കിൽ അതിനുള്ള സംവിധാനം അവർ കണ്ടുപിടിച്ചിട്ട് യാത്ര ചെയ്യുക. പുരുഷന്മാരെ അടച്ചാക്ഷേപിക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. അതിനുവേണ്ടി ഞങ്ങൾ പുരുഷ കമ്മീഷൻ എന്നിട്ട് തന്നെ വരുന്നുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഇതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടും സാമ്പത്തികമായിട്ടും ഇല്ലാതെയും നിൽക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കുണ്ട്. സ്ത്രീകൾക്കെതിരല്ല ഇത്, പുരുഷന്മാർക്ക് വേണ്ടി മാത്രമല്ല ഇത്. ഈ പുരുഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്ത്രീയും പുരുഷനുണ്ടെങ്കിൽ ലോകമുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഭർത്താവാകാം, നമ്മുടെ അച്ഛനാകാം. അതല്ലേ സ്ത്രീകൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ പുരുഷ കമ്മീഷനുമായിട്ട് നിങ്ങൾ വനിതാ കമ്മീഷനായിട്ട് ഫൈറ്റ് ചെയ്ത് സ്ത്രീകളായിട്ട് ഫൈറ്റ് തോൽപ്പിക്കാനുള്ളതല്ല. നല്ല വ്യക്തമായിട്ട് തന്നെ ഞാൻ പറയാം, പുരുഷ കമ്മീഷൻ വരുന്നത് നിങ്ങൾക്ക് പറയാനുള്ള ഒരു വേദി, അത് മാത്രം ചിന്തിച്ചാൽ മതി. അത് രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ ആളുടെ ഭദ്രമാണ്. അദ്ദേഹവും ഞാൻ എന്തായാലും ഒപ്പം തന്നെയുണ്ട്. എന്ത് പ്രശ്നങ്ങൾ വന്നാലും എല്ലാവരും, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, നമ്മൾ ഒരു സ്ത്രീ ഒരു റൂമിൽ കയറി പോയി കഴിഞ്ഞ് സംസാരിച്ച്